ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു മെലൺ ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇത് ഇറാൻ്റെ സ്വീറ്റ് മെലൺ ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും മെലൺ എടുത്തിട്ട് വരാമെന്ന്. എനിക്ക് മെലൺ ഒത്തിരി ഇഷ്ടമാണ്, എല്ലാ കൈൻഡ് ഓഫ് മെലനും എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ മെലൺ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി വേറൊരു മെലൺ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹണി ഡ്യൂ മെലൺ ഫ്രം ഒമാൻ. അത് മേ ബി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ആക്ച്വലി ഒരു 1 വീക്ക് മുന്നേ വാങ്ങിയതായിരുന്നു. എന്നിട്ട് ഞാൻ ഒരാഴ്ച പുറത്ത് വെച്ചു നല്ലപോലെ ഒന്ന് ചൂടൊക്കെ അടിച്ച് പഴുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെലൺ നോക്കി വാങ്ങാനൊന്നും അറിയില്ല, പക്ഷേ ആ തണ്ടിൻ്റെ അവിടെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ആകെ അറിയാവുന്ന ഒരു മെലൺ പഴുത്തതാണോ ഇല്ലയോ എന്ന് അറിയാനുള്ള ആകെ ഒരു ഓപ്ഷൻ. എന്തായാലും ഇത് ഞാൻ കട്ട് ചെയ്ത് നോക്കി, ഇത് നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ. പുറത്ത് വെച്ചതുകൊണ്ടായിരിക്കാം സ്വീറ്റ്നെസ് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഞാൻ ഇതിന് മുൻപ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം, പക്ഷെ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ദിവസം കട്ട് ചെയ്യാൻ വേണ്ടി പുറത്തെടുത്തു, കട്ട് ചെയ്തു. പക്ഷെ അത് അത്ര സ്വീറ്റ് ആയിരുന്നില്ല, കുറച്ചുകൂടി ക്രഞ്ചി ആയിട്ടായിരുന്നുണ്ടായിരുന്നത്. എനിക്ക് കുറച്ചുകൂടി സ്വീറ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവുന്ന ഒരു അങ്ങനത്തെ ഒരു ഫോമിൽ പഴങ്ങൾ എത്തുമ്പോഴാട്ടോ എനിക്ക് കഴിക്കാൻ കുറച്ചുകൂടി ഇഷ്ടം. അല്ലാതെ ഇഷ്ടമില്ല എന്നല്ല, ചില ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. ആപ്പിളൊക്കെ ക്രഞ്ചി ആയിട്ട് കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ സീഡെല്ലാം റിമൂവ് ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഞാനതൊരു ക്യൂബ്സ് ആക്കിയിട്ട് ഒരു ബൗളിൽ വെച്ചു, എന്നിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളും ഒരു മെലൺ ലവർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.